നമ്മൾ പലരുടെ ലാപ്പ് കാണുമ്പോഴും എനിക്ക് രംഗാണ് ഓർമ്മ വരാം. 1984 അത് വാങ്ങുമ്പോ പുതുപുത്തനായിരുന്നു. ലാപ്ടോപ്പിനും അതത് ഇന്റർവെൽസിൽ സർവീസ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ യൂഷ്വലി ലാപ്ടോപ്പ് വാങ്ങും, മേ ബി അന്ന് ടെർമോസോഫി ഇൻസ്റ്റാളേഷനോ മറ്റോ ഒരു സർവീസ് സെന്ററിൽ കൊണ്ടുപോയാലായി, അല്ലെങ്കിൽ ആ ലാപ്പ് പിന്നെ സർവീസ് സെന്ററിൽ കാണണമെങ്കിൽ എന്തെങ്കിലും ഒരു മേജർ കംപ്ലൈന്റ് വന്നെ അല്ലെങ്കിൽ ഓൺ ആവാത്ത അവസ്ഥ വന്നെ നമ്മൾ ഇൻഡിവിജ്വലി ചെയ്യേണ്ട സർവീസസ് ആണ് അപ്ഡേഷൻസ് പ്രോപ്പറായിട്ട് ചെയ്യാന്നുള്ളത്. മൈക്രോസോഫ്റ്റ് ഈവൻ ഒരു 2 to 3 ഡേയ്സിന്റെ ഗ്യാപ്പിൽ നമുക്ക് അപ്ഡേഷൻസ് തന്നുകൊണ്ടേയിരിക്കും. പക്ഷെ വൈഫൈ കണക്റ്റഡ് ആണെങ്കിൽ ഇത് ഡൗൺലോഡ് ആവുകയും ഇൻസ്റ്റാൾ ആവുകയും ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഇത് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒരു അപ്ഡേറ്റ് ആൻഡ് റീസ്റ്റാർട്ട് കൊടുക്കണം. വീക്കിലി വൺസ് എങ്കിലും, അതായത് ഒരു സാറ്റർഡേ ഈവനിങ് എങ്കിലും അപ്ഡേറ്റ് ആൻഡ് റീസ്റ്റാർട്ട് കൊടുത്ത് അതൊരു 100% കംപ്ലീറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ഷട്ട് ഡൗൺ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ മേ ബി ബൂട്ട് സ്റ്റക്ക് ആവുക, അതായത് ലോക്ക് സ്ക്രീനിൽ സ്റ്റക്ക് ആയി പോവുക, ബ്ലാങ്ക് സ്ക്രീൻ അടിച്ച് നിൽക്കാവുന്നതാണ്. ഈ 2 പ്രശ്നങ്ങളും അതോടുകൂടി ഒഴിവാകും. വീക്കിലി or 2 വീക്സ് കൂടുമ്പോൾ ടെമ്പററി ഫയൽസ് റിമൂവ് ചെയ്യാന്നുള്ളതാണ് അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സർവീസസ്. ഓക്കെ, ഇത് വളരെ ഈസിയാണ്. ടെമ്പ്, പെർസെന്റേജ് ടെമ്പ്, പ്രീഫെക്സ്, ഇത്തരം ടെമ്പററി ഫയൽസിന് റിമൂവ് ചെയ്യാൻ പറ്റും. അത് റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. ആൻഡ് അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം ഒരു 3 months അല്ലെങ്കിൽ 6 months ഗ്യാപ്പിൽ ഡിസ്ക് ക്ലീനപ്പ് ചെയ്യാന്നുള്ളതാണ്. ഡിസ്ക് ക്ലീനപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാം തന്നെ വിൻഡോസിനകത്തുണ്ട്. അപ്ഡേഷനിൽ വരുന്ന ടെമ്പററി ഫയൽസും ഓൾഡ് വിൻഡോസിന്റെ ഫയൽസും ഒക്കെ അവിടെ ഉണ്ടാവും. അതെല്ലാം ഇത് ക്ലീൻ ചെയ്യുന്നതോടുകൂടി പോകുന്നതാണ്. അടുത്തതായിട്ട് വരുന്ന സർവീസസ് സർവീസ് സെന്ററുമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഇൻഡിവിജ്വലി ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പലപ്പോഴും അഴിക്കുമ്പോഴൊക്കെ കെയർ ചെയ്യേണ്ട കാര്യമാണ്. ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഹൈലി സെൻസിറ്റീവ് ആയിരിക്കും. തെർമൽ പേസ്റ്റ് റീപ്ലേസ് ചെയ്യലും ക്ലീനുമാണ്. കൂളിംഗ് സിസ്റ്റം ക്ലീൻ ചെയ്യാന്നുള്ളത് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള പൊടി കൂളിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ അകത്തേക്ക് പോകും. അത് സിസ്റ്റത്തിന് ബ്ലോക്ക് ആക്കും. എയർ ഇൻടേക്കും ഔട്ടും കൃത്യമായിട്ട് നടക്കാത്ത അവസ്ഥ വരും. അന്നേരം പ്രൊസസർ ഹീറ്റ് ആവും. പ്രൊസസർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ത്രോട്ടിൽ ചെയ്യാൻ തുടങ്ങും. പെർഫോമൻസ് വല്ലാതെ കുറയും. ആൻഡ് തെർമൽ പേസ്റ്റും റീപ്ലേസ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിന് ഈ അവസ്ഥയിൽ നിന്ന് എത്തിക്കാൻ പറ്റും.